ഞാൻ വൂളൻ നൂലിനെ കൊണ്ട് തയ്ച്ചെടുത്ത ഒരു നെക്ക് ഡിസൈനാണ്, റൗണ്ട് നെക്ക് ഡിസൈനാണിത്. ഇത് കാണാൻ അതേമാതിരി ഉണ്ടാവും. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ള വിധം കാണിച്ചു തരാം. വൂളൻ നൂലിനെ കൊണ്ട് ഒരു നെക്ക് ഡിസൈൻ തയ്ക്കാനും ഈ ബ്രൗൺ കളർ നൂലും വൈറ്റ് കളർ നൂലും എടുക്കുന്നത് ഞാൻ. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യും, ബ്രൗൺ കളർ നൂലുകൊണ്ട് ഡാർക്ക് മെറൂൺ കളറാണ് നൂലുകൊണ്ട് പിന്നെ ചെയിനിട്ട് ചെയ്ത് വയ്ക്കുക. ആദ്യം ഒരു മീഡിയം ടൈപ്പ് റൗണ്ട് നെക്കാണ് ചെയ്യുന്നതിന് 130 ചെയിന് ഇട്ട് വയ്ക്കുക. അപ്പോൾ 130 ചെയിനിട്ടിട്ട് ചെയ്ത് വയ്ക്കുക. ആദ്യം ഞാൻ 130 ചെയിനിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഓരോ ചെയിനിൻ്റെ ഉള്ളിൽ നിന്നും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ഓരോ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് ഈ അറ്റം വരെ ചെയ്തെടുക്കുക. ഇതേമാതിരി ഞാൻ പിന്നെ ഇതിട്ട് കണ്ടോ, പിന്നെ സിംഗിൾ ക്രോഷ്യയിൽ ചെയ്തെടുത്തു. ഇനി അടുത്ത ചെയ്യുന്ന ഡബിൾ ക്രോഷ്യയിൽ. അപ്പോൾ 3 ചെയിൻ ഇവിടെ ഇട്ട് 3 ചെയിനിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ആകുന്നു. അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 3 ഡബിൾ ക്രോഷ്യ ഓരോന്ന് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്ത് പിന്നെ അടുത്ത 4-മത്തേൻ്റെ മുകളിൽ നിന്ന് ഒരു ചെയിനിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. എന്നാലേ അത് റൗണ്ടായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരും. അപ്പോൾ റൗണ്ടൊക്കെ അല്ല, അപ്പോൾ റൗണ്ടായിട്ട് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതാ 3 ചെയ്യും. ഇനി ഇതിൻ്റെ മുകളിൽ 4 ചെയ്തെടുത്തു, 2 ചെയ്തെടുത്തു 4-മത്തേൻ്റെ മുകളിൽ. ഇനി വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഓരോ സിംഗിളായിട്ട് ചെയ്തെടുക്കുക. സിംഗിളായിട്ട് ചെയ്തെടുത്ത് കണ്ടോ. ഇനിയിപ്പോൾ അടുത്ത 4-മത്തെയാണ്. 4-മത്തേൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഒരു ചെയിനിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. കണ്ടോ, അങ്ങനെ ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവരണം. എന്നാൽ ഒരു റൗണ്ട് ഷേപ്പിൽ ഇത് വരും. അതേമാതിരി ഞാൻ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തു ഡബിൾ ക്രോഷ്യ എടുക്കണം. അപ്പോൾ അതിപ്പോൾ റൗണ്ട് ഷേപ്പിൽ വന്നു വളർന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് 3 ചെയിനിടുക. 3 ചെയിനിട്ടിട്ട് വീണ്ടും 3 ചെയിനിടുക. അപ്പോൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇതവിടെ 4-മത്തെ ചെയിനിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഒരു ക്രോസ് ആയിട്ട് വരത്തക്ക വിധത്തിൽ. പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്തെടുക്കുക. 4 ഡബിൾ ക്രോഷ്യ 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 ഡബിൾ ക്രോഷ്യ ഒഴിവാക്കി 3-മത്തേൻ്റെ മുകളിൽ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഈ സ്റ്റിച്ച് നമ്മൾ ആദ്യം ചെയ്യുന്നതിനെയാണ് ചെയ്തെടുത്തിട്ട് അങ്ങനെ വന്നില്ലേ
അങ്ങനെ വന്നു കഴിഞ്ഞാൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ 3 ചെയിൻ ഇടുക. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ. വീണ്ടും ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ടോട്ടൽ 4 എണ്ണം വേണം. ഇതേമാതിരി വന്നു. ഇനി അടുത്ത് 2 ഇതാണ് ഒഴിവാക്കിയിട്ട് മൂന്നാമത്തേൻ്റെ മുകളിൽ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ട് വീണ്ടും 3 ചെയിനുണ്ട്. 3 ചെയിനിന് തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ആവില്ല. പിന്നെ അവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. അത് കഴിഞ്ഞ് വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്തത്. അതേമാതിരി 2 എണ്ണം. ഇനി 3 എണ്ണം 2 എണ്ണം കൂടുതൽ ചെയ്ത് 2 ഡബിൾ ക്രോഷ്യ ചെയ്തത്. അപ്പം അങ്ങനെ വന്നു. ഇതേമാതിരി വന്നു. ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്ത് വെക്കുക. അതേമാതിരി ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തുകൊണ്ട് ക്രോസായിട്ട് ഇനി ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് വേറെ കളർ കൊടുക്കുക. അടുത്ത എങ്ങനെ കളർ കൊടുക്കുന്നത് വെച്ചാൽ ഞാൻ വൈറ്റ് കളറാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. വൈറ്റ് കളർ കൊടുക്കുക. അപ്പോൾ വൈറ്റ് കളറിനെപ്പോൾ ആദ്യം ചെയിനിട്ട് വയ്ക്കണം. അതിൻ്റെ മുകളിൽ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെയല്ല എൻഡ് ചെയ്തത്. അത് സ്റ്റാർട്ട് ചെയ്യാം. ചെയിനിട് 4 ചെയിനിടുക. 4 ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. വീണ്ടും 4 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇവിടെ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് അങ്ങനെ റൗണ്ടിൽ ഫുള്ളായിട്ട് വൈറ്റ് കൊണ്ട് ഒരു ചെയിനിട്ടൊരു ഇത് കൊണ്ടുവരണം. വൈറ്റ് കൊണ്ട് ഇതുപോലെ ഞാൻ ചെയിനിട്ട് കൊണ്ടുവന്നു. കണ്ടോ, ഫുള്ളായിട്ട് ചെയിനിട്ട്. ഇനി അടുത്ത ഇതാ ഈ ചെയിൻ്റെ ഉള്ളിൽ നിന്ന് വേണം ചെയ്യണമെങ്കിൽ. ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് കൊള്ളാം, അല്ലെങ്കിൽ നടുക്കിലായിട്ട് കൊണ്ട് അങ്ങനെ വന്നിട്ട് മൂന്ന് ചെയിനിടുമ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നില്ല. പിന്നെ അതിൻ്റെ മുകളിൽ രണ്ടാമത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. അങ്ങനെ വന്നതിന് ശേഷം വീണ്ടും 2 ചെയിനിടുക. അപ്പോൾ ഇവിടെ 2 ഡബിൾ ക്രോഷ്യ ആയി. 2 ചെയിനിട്ട് ഇതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിൽ 2 ചെയിനിട്ടില്ലേ. അടുത്തതിൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ 2 ചെയിനിട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയിനല്ല. ഇനി വീണ്ടും 2 ചെയിനിടുക. അടുത്തതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. കാണുന്നുണ്ട്.
3 ഡബിൾ ക്രോഷ്യ. ഇനി ഇതേമാതിരി 2 ചെയിൻ ഇടുക. ഇവിടെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതേമാതിരി 4 വന്നു. 1 2 3 4. ഇനി അടുത്ത ചെയ്യുന്ന വിധം അടുത്ത 2 ചെയിൻ ഇട്ടിട്ട് 5-ാമത്തേൻ്റെ മുകളാവുന്ന സമയത്ത് ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ആദ്യം ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് 4 ചെയിൻ ഇടുക. 1 2 3 4 ചെയിൻ. 4 ചെയിൻ ഇട്ടിട്ട് ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുക്കുക. ഒരു വി മാതിരിയുള്ളൊരു ഇത് വരും. അതേമാതിരി ഇവിടെ അപ്പോൾ 4 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് വേണം അടുത്ത ചെയ്യാൻ കേട്ടോ. പിന്നെ വീണ്ടും 2 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഇതേമാതിരി തന്നെ 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ആദ്യം 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. രണ്ട് ചെയിൻ ഇടുക. വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. രണ്ട് ചെയിൻ ഇടുക. 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇപ്പോൾ 3 വേണ്ടി ഒന്നും കൂടെ വേണം. 2 ചെയിന് 1 ഡബിൾ ക്രോഷ്യ 2 ഡബിൾ ക്രോഷ്യ. ഇതിലിപ്പോൾ 4 ചെയ്തെടുത്തിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേമാതിരി ചെയ്തെടുക്കുക. ഒരു വി മാതിരി 5-ാമത്തേൻ്റെ 2 ചെയിൻ ഇട്ടിട്ട് ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ചെയ്തിട്ട് 4 ചെയിൻ ഇടുക. 1 2 3 4 ചെയിൻ ഇടുക. പിന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുക്കുക. ഇതേമാതിരി പിന്നെ വീണ്ടും ഇതേമാതിരി 4 ഡബിൾ ക്രോഷ്യ ചെയ്യും. അങ്ങനെ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഇതുവരെ ചെയ്തെടുക്കണം. ഇപ്പോൾ 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തില്ലേ. അതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഇതുവരെ ചെയ്തെടുത്ത സമയത്ത് ഈ നെക്ക് ഡിസൈൻ ഇതേമാതിരി ഉണ്ടാവും കാണാം. ഇനി അടുത്തൊരു സ്റ്റെപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ വരെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് ഇനി അടുത്തത് ഈ ഇതിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇതിൻ്റെ മുകളിൽ നിന്ന് 2 ചെയിൻ ഇടുക. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ വന്ന് പിന്നെ 2 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് അവിടെ ഒരു 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ വീണ്ടും ഒരു ചെയിൻ 2 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് അവിടെ ഒരു ഡബിൾ ക്രോഷ്യ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഈ ചെയിനിൽ പിന്നെ ഇത് ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ 3 ആയില്ലേ. 3 മതി. ഇത് 2 ചെയിൻ ഇടുക. ഇത് ചെയ്തിട്ടുള്ളത് ഈ വി മാതിരി നമ്മൾ ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ആദ്യം 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക അടുപ്പിച്ചിട്ട്. പിന്നെ ഒരു ചെയിൻ ഇടുക. 2 ചെയിൻ ഇടുക. പിന്നെ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 2 ചെയിൻ വേണ്ട, ഒരു ചെയിൻ മതി കേട്ടോ. ഒരു ചെയിൻ ഇട്ടു. വീണ്ടും അടുപ്പിച്ചിട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക.
ഇനി ഒരു ചെയിൻ ഇട്ട് 2 ഡബിൾ ക്രോഷ്യ. ഇതിലിപ്പോൾ നോക്ക് 3 എണ്ണമായി. 2 ഡബിൾ ക്രോഷ്യ വീതം 3 എണ്ണമായി. 5 എണ്ണം 2 എണ്ണം കൂടെ ചെയ്തിട്ട് അപ്പോൾ 5 എണ്ണമാവും. ഇതുമാതിരി ചെയ്ത് 5 എണ്ണമായി. ഇതൊന്ന് 1 2 3 4 5 എണ്ണം ചെയ്തു. 2 ചെയിൻ ഇടുക. ചെയിനിട്ടിട്ട് ഇത് ഒഴിവാക്കി ഇതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. അതേമാതിരി വന്നു. വീണ്ടും 2 ചെയിൻ ഇടുക. ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഈ വി ഇട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിൽ 5 2 ഡബിൾ ക്രോഷ്യ വീതം 5 എണ്ണം ചെയ്തു. നാലെണ്ണമായിട്ടുണ്ട്. ഒന്നുകൂടെ ചെയ്ത് രണ്ട് ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇത് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് അങ്ങനെ ഇതേമാതിരി ഉണ്ടാവും. ഇതേമാതിരിയായിട്ട് എല്ലാം ഫുള്ളായിട്ട് ഒരു റൗണ്ട് ചെയ്തെടുക്കണം. അതിൻ്റെ മുകളിൽ അതേമാതിരി ഒരു റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. ഇതേമാതിരി ചെയ്ത് ഇനി അടുത്ത റൗണ്ട് ചെയ്ത് എവിടെ വരെ ചെയ്തെടുത്തു. ഇനി അടുത്ത ഇതാ ഇങ്ങോട്ട് കൊണ്ടുവരണമല്ല. സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ഡബിൾ ക്രോഷ്യ 2 ചെയിനിടുക. എത്തിക്കണ്ടോ. അടുത്തത് ഇത് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ 2 ചെയിനിടണേ. ചെയിനിട്ടിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെ മുകളിൽ നിന്നും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് അടുപ്പിച്ചടുപ്പിച്ചിട്ട്
ഈ ഗ്യാപ്പിൽ നമ്മളൊരു ചെയിൻ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, ആ ചെയിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. എല്ലാത്തിൻ്റെ മുകളിൽ നിന്ന് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഈ അറ്റം വരെ ചെയ്തെടുക്കുക. ഈ അറ്റം വരെ ചെയ്തെടുക്കുക. അതേമാതിരി ഞാൻ ഫുള്ളായിട്ട് ഓരോന്നിൻ്റെ മുകളിലും ചെയ്തെടുത്തു. ഇനി അടുത്ത 2 ചെയിൻ ഇട്ടിട്ട് ഇതാ ഇവിടുത്തെ ഈ ഇതുണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇതിനെ വീണ്ടും 2 ചെയിൻ ഇടുക. ഡബിൾ ക്രോഷ്യ ഇവിടെ 2 ചെയിൻ ഇടുക. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഇതിൻ്റെ മുകളിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഓരോന്നിൻ്റെ മുകളിൽ നിന്ന് ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ ചെയ്തെടുത്തില്ലേ, അതേമാതിരി തന്നെ ഇവിടെ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ അതപ്പോൾ 2 4 3 ഉള്ളതും കൂടെ നോക്കണേ, 3 പിന്നെ 2 ഇനി ഒന്നും കൂടി ചെയ്താൽ ഇവിടുത്തെ റൗണ്ട് ഫുള്ളായി കിട്ടും. ഇതേമാതിരി ഇനി റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. അതേമാതിരി ഞാൻ എല്ലാ സൈഡും തയ്ച്ചെടുത്തുകൊണ്ട് ചെയ്ത്. ഇപ്പോൾ ഇവിടെ അതാ 2 വന്നു. 4 പോയി 3 3 2 ഇനി അതൊന്നാവും. ഇവിടെ വരെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ചെയ്ത് ഒരു 2 ചെയിൻ ഇടുക. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ അവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഡബിൾ ക്രോഷ്യ. പിന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്യുക. അപ്പോൾ അതവിടെ അങ്ങനെ 2 വന്നു. ഈ അടുത്ത 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ചെയ്ത് വെച്ച ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ഉണ്ട്, അതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇവിടെ അതൊരു ക്യാപ്പ് മാതിരി ഉണ്ടാവും. അങ്ങനെ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ട് അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ നിന്ന് വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ട് 3 ചെയിൻ ഇടുക. 3 ചെയിൻ ഇട്ടിട്ട് ഇതേമാതിരി തന്നെ ഇതുണ്ടാകും. ഇനി ഒരു ചെയിൻ ഇടുക. ചെയിനിട്ട് അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ നിന്ന് ചെയ്തെടുക്കുക. ചെയിൻ ഇട്ടിട്ട് ഇതേമാതിരി വന്നപ്പോൾ ഉണ്ടോ, ഇതേമാതിരി ഈ ഓരോ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ നിന്ന് ഇതുവരെ ഇതേമാതിരി ചെയ്തെടുക്കുക. ഇത് കാണിച്ചു തരാം. അതേമാതിരി ഞാൻ ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിൽ ചെയ്തെടുത്തുകൊണ്ട് ഇതുണ്ടാവും കാണാനായിട്ട്. അടുത്ത ഇവിടെ ചെയ്യുക. അടുത്ത ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ 2 ചെയിൻ ഇടുക. ചെയിനിട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ 2 ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ, ഇതിനുള്ളിൽ ഒരു 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ 4 ഉള്ളത് 3 3 2 1 ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതേമാതിരി ഉണ്ട് അവിടെ അങ്ങനെ കാണാനായിട്ട്. ഇനി അടുത്ത ചെയ്യുന്ന ഇത് അടുത്ത ഇവിടുത്തെ ഇതേമാതിരി തന്നെ 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടിട്ട് ഇവിടുത്തെ ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ഉണ്ട്, അതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്യുക.
മൂന്ന് ചെയിനിടുക. വീണ്ടും ഒരു ചെയിനിടുക. ചെയിനിട്ടിട്ട് ഒരു ഡബിൾ ക്രോഷേ. ഇവിടുത്തെ മാതിരി തന്നെ അതേമാതിരി ഫുള്ളായിട്ട് ചെയ്തെടുക്കാറുണ്ട്. ഇവിടെ ഒരേ ഒറ്റയൊന്ന് വരും കൊണ്ട് ഇവിടെ അതേമാതിരി ഒന്ന് വരും. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ നെക്ക് ഡിസൈനിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു. ഈ നെക്ക് ഡിസൈൻ കാണാൻ അതേമാതിരി ഇനി ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. ഈ നെക്ക് ഡിസൈനിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞ് നെക്ക് ഡിസൈൻ കാണാൻ അതേമാതിരി